മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. KCB ജീവനക്കാരന് മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ച് ചാലോട് ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. KCB ചാലോട് ഇലക്ട്രിക്കൽ സെക്ഷനിലെ ലൈൻമാനായ സുജിത്തിനാണ് ബുധനാഴ്ച ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ നായാട്ടുപാറ കോവൂരിൽ വെച്ച് മർദ്ദനമേറ്റത്. കൈക്കും വാരിയലിനും ഗുരുതരമായി പരിക്കേറ്റ സുജിത്ത് കണ്ണൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഡ്യൂട്ടിയുടെ ഭാഗമായി വൈദ്യുതി ബിൽ അടക്കാത്ത കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനു വേണ്ടി നായാട്ടുപാറ കോവൂരിലെ ഒരു വീട്ടിലെത്തിയപ്പോഴാണ് യാതൊരു പ്രകോപനവും ഇല്ലാതെ ഉപഭോക്താവിന്റെ മകൻ മദ്യലഹരിയിൽ മാരകായുധം കൊണ്ട് ആക്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നാണ് പരാതി. പോലീസ് എത്രയും പെട്ടെന്ന് അക്രമിയെ അറസ്റ്റ് ചെയ്ത് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ജീവനക്കാർ ആവശ്യപ്പെട്ടു. ഇന്നലെ നടന്ന ഈ സംഭവം ഒരു അസാധാരണമായ സംഭവമാണ്. ഇങ്ങനെ ഒരു സംഭവം ഇനി ഒരു ആവർത്തിക്കാതിരിക്കണം. അതിനൊരു നിയമപരമായ നടപടി തന്നെ സ്വീകരിക്കണം. നമ്മൾ പരാതി സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ജീവനക്കാരനെതിരെയും ഒരു അക്രമിയും കൈപൊക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. റവന്യൂ വിങ്ങാണ്. ആ വിങ്ങിലെ പ്രധാനപ്പെട്ട ഒരു ലൈൻമാനാണ് സുജിത്ത്. അപ്പോൾ അദ്ദേഹം ഈ കൺസ്യൂമറെ വീട്ടിൽ പോയി പൈസ അടക്കണം, അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും എന്നുള്ള നിലയിൽ പറഞ്ഞപ്പോൾ കൺസ്യൂമർ ആദ്യം പറഞ്ഞു പൈസ അടക്കാം, നാളെ വന്ന് അടച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് ഒന്നും ചെയ്തില്ല. കട്ട് ചെയ്യാണ്ട് തൊട്ടടുത്ത വീട്ടിലും ഇതുപോലെ കൺസ്യൂമർ പൈസ അടക്കാതുള്ളത് കൊണ്ട് അവിടെ പോയി അവരോട് ഈ കാര്യം പറഞ്ഞപ്പോൾ നാളെ ഞാൻ അടക്കാം എന്ന് പറഞ്ഞ് അവൻ തിരിച്ചു വരുമ്പോൾ ആ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത ഒരു നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലേക്ക് ലൂപ്പ് ചെയ്ത വയറ് പോകുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹം സുജിത്ത് ലൈൻമാൻ ആ വയറ് അപകടാവസ്ഥയിലാണ്, നിങ്ങളത് നിലത്ത് കൂടിയാണ് അതുള്ളത്, അത് അപകടാവസ്ഥയിലാണ് കണ്ടതുകൊണ്ട് അത് എടുത്തു മാറ്റണം, അല്ലെങ്കിൽ ഓഫീസിൽ വന്ന് പെർമിഷൻ എടുക്കണം എന്നുള്ള നിലയിൽ പ്രതികരിച്ചു, സംസാരിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ ഈ കൺസ്യൂമർക്ക് ദേഷ്യം വന്ന് അയാൾ മാരകമായ രീതിയിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അക്രമമാണ് ഉണ്ടായത്. അപ്പോൾ ലൈൻമാനെ സുജിത്തിനെ സംബന്ധിച്ചിടത്തോളം അത് രക്ഷപ്പെടാൻ പെട്ടെന്ന് സാധിച്ചില്ല. ആദ്യം തന്നെ തലക്കടിച്ചു, രണ്ടാമത് ഇത് വാരിയിൽ ആ നടി ഏറ്റത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ജയകുമാർ, പുഷ്പരാജ്, ദിവ്യ, വികേഷ്, സന്തോഷ്, വേണുഗോപാൽ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചാലോട്. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ.